GS ജയലാൽ, നിങ്ങൾക്ക് 11 മിനിറ്റ്. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ് സർ. ജനാധിപത്യം മതാധിപത്യത്തിനും പൗരോഹിത്യത്തിനും പണാധിപത്യത്തിനും വഴിമാറുന്ന ഒരു സ്ഥിതിയാണ് രാജ്യത്ത് സംജാതമായിരിക്കുന്നത്. തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ മതവിശ്വാസത്തിന് മേലങ്കി അണിയിച്ച് ജനങ്ങളെ വർഗീയതയുടെ ഉന്മാദത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSൻ്റെയും BJPയുടെയും മോദിയുടെ നേതൃത്വം നടത്തുന്ന ശ്രമങ്ങൾ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ. പഴയ രാജഭരണകാലത്തെ ആടയാഭരണങ്ങളും അടയാളങ്ങളും പുനഃസൃഷ്ടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആചാര്യ നരേന്ദ്രമോദിയായി അഭിനയിക്കുകയാണ് സർ. പാർലമെന്റിൽ ചെങ്കോൽ പ്രതിഷ്ഠിക്കുകയാണ്. എവിടെയോ കിടക്കുന്ന, ഇക്കാലത്തും കോണകം മാത്രം ഉപയോഗിക്കുന്ന കുറേ സന്യാസിമാരെ കൊണ്ടുവന്ന് പൂജ നടത്തിച്ച് സെക്യുലർ ഭരണഘടന നിലവിലുള്ള രാജ്യത്തെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയാണ് സർ. നമ്മുടെ രാജ്യം ഒരു സന്ദിഗ്ധ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും ആപൽക്കരമായ ഈ ദശാസന്ധിയിൽ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊട്ടം കളിക്കുകയാണ് സർ. കേന്ദ്രം തരാനുള്ള സംസ്ഥാനത്തിന്റെ വിഹിതത്തെപ്പറ്റി പറയുമ്പോൾ അതൊന്നും മനസ്സിലായില്ല എന്ന് നടിക്കുകയും കേരള സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ശബ്ദമുയർത്തുകയും ചെയ്യുന്നതായി മാറുന്നു സർ പ്രതിപക്ഷം. പണ്ടൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ നമ്പൂതിരി മനസ്സിലായില്ല എന്ന് പറഞ്ഞിങ്ങനെ നടക്കും. കുറെ കാലം കഴിഞ്ഞപ്പോൾ നമ്പൂതിരി മനസ്സിലായി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താണ് മനസ്സിലായത്? എനിക്കൊന്നും മനസ്സിലാവില്ല എന്നെനിക്ക് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെയാണ് സർ പ്രതിപക്ഷവും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവില്ലെന്ന് നടിക്കുകയാണ് സർ. കേന്ദ്രത്തിന്റെ വിവേചനവും പ്രതികാര മനോഭാവം മൂലം ഉണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ആക്രമണത്തിന് മുന്നിൽ തളർന്നിരിക്കാനല്ല, നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള കർമ്മപരിപാടികളുമായിട്ടാണ് കേരളം ഈ ബഡ്ജറ്റിലൂടെ മുമ്പോട്ട് പോകുന്നത്. കേന്ദ്ര അവഗണന തുടർന്നാലും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാനാവില്ല സർ. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നിവ ഉറപ്പാക്കിയും സർവതലസ്പർശിയായ ദുരിതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും കൈവരിക്കുകയാണ് LDF സർക്കാരിന്റെ കാഴ്ചപ്പാട്. പ്രായോഗിക സമീപനത്തിൽ ഊന്നുനിന്ന് ഭാവി കേരളത്തെ രൂപപ്പെടുത്തുക എന്നത് പ്രഥമ കടമയായി LDF സർക്കാർ കാണുകയാണ് സർ. സാമൂഹിക നീതിയിൽ കാലുറപ്പിച്ചുകൊണ്ടുള്ള ജ്ഞാന സമൂഹ നിർമ്മിതിയിലേക്കുള്ള ഉറച്ച കാൽവെപ്പാണ് കേരളം. നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചും സാമ്പത്തിക നവീകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നുനിന്നാണ് സംസ്ഥാനത്തിന്റെ ധനമാനേജ്മെന്റ് സർ. ട്രഷറി പൂട്ടാതെ ആവശ്യം ചെലവുകളെല്ലാം നിർവഹിച്ചും സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുന്നു സർ. രാജ്യത്തെ ഉയർന്ന വരുമാന വർധന നിരക്കും ഉൽപാദന വളർച്ച നിരക്കും ആർജിക്കാൻ കേരളത്തിനായിട്ടുണ്ട് സർ. 2021-22 കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം സ്ഥിരവിലയിൽ 12.01% ഉയർന്നു സർ. GST വരുമാനത്തിന്റെ 22-23 22.11% വർധന നേടി സർ. 21-22 24,169 കോടി രൂപയായിരുന്നത് കഴിഞ്ഞ വർഷം 29,513 കോടി രൂപയായി സർ. 5,344 കോടിയുടെ വർധനയാണ് സർ GST വരുമാനത്തിലുണ്ടായത് സർ. 21-22 ധനത നികുതി വരുമാന വർധന 22.41% കഴിഞ്ഞ വർഷം 23.36% ഉയർന്നു സർ. കടബാധ്യത കുറഞ്ഞു. കഴിഞ്ഞ വർഷം GSDP-യുടെ 36.8% പൊതുകടം. മുൻവർഷം അത് 38.65%, 2% കുറവാണ് സർ. റവന്യൂ കമ്മി ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.88% കുറഞ്ഞു സർ. ധനക്കമ്മി കുറഞ്ഞു. 2022-23 2.44% അതായത് 25,555 കോടി. മുൻവർഷം അത് 46,046 കോടിയായിരുന്നു സർ. അത്തരത്തിൽ നല്ല ധനകാര്യ മാനേജ്മെന്റിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് സർ. കേന്ദ്ര സർക്കാരിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുമോ? 10 ലക്ഷത്തോളം ഒഴിവുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഒഴിവുകളായി നികത്താതെ കിടക്കുന്നത് സർ. അവിടെ കേരളം PSC മുഖേന കൃത്യമായി നിയമനം നടത്തുന്നു. രാജ്യത്താകെ നടന്ന നിയമനത്തിന് 42% കേരളത്തിലാണ്. ജനസംഖ്യയുടെ അനുഭവം നോക്കണം സർ. അതാണ് കേരളം. 2021 ഈ സർക്കാർ വന്ന ശേഷം 66,532 നിയമന ശുപാർശകൾ PSC വഴി നൽകി സർ. 2016-23 വരെ കാലഘട്ടത്തിൽ 2,27,800 നിയമന ശുപാർശകളാണ് PSC വഴി കൊടുത്തത് സർ. ഈ കാലത്ത് 2023 നവംബർ വരെ 2018 റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു സർ. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം മാനവ വിഭവശേഷി സൂചിക കേരളം 1-ാം സ്ഥാനത്താണ്. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള രാജ്യം കേരളമാണ് സർ. അങ്ങനെ കേരളത്തിന്റെ നേട്ടങ്ങൾ വളരെ വലുതാണ് സർ. ഈ നേട്ടങ്ങൾ ശിക്ഷയായി മാറുകയാണ് കേരളത്തിന്. അതാണ് പ്രതിപക്ഷം മനസ്സിലാക്കണം. ഞാനതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു പോകുന്നില്ല. 2011-16 കാലയളവിൽ UDF കേരളം ഭരിക്കുമ്പോൾ
10 മുതൽ 25% വരെ വിവിധ പെൻഷനിലെ കുടിശ്ശിക നമുക്കറിയാം. 34 ലക്ഷം പേർക്ക് 600 രൂപ പെൻഷൻ കൊടുത്ത കാലത്ത് ഇപ്പോൾ അന്ന് UDF സർക്കാർ 5 വർഷം കൊണ്ട് ചെലവഴിച്ചിട്ടുള്ള 9,000 കോടി രൂപയാണെങ്കിൽ 7.5 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെലവഴിച്ചത് 57,000 കോടി രൂപയാണ് സർ. 57,000 കോടി രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ ചെലവഴിച്ചു സർ. 7 കൊല്ലം കൊണ്ട് 57,000 കോടി. 5 വർഷം കൊണ്ട് 9,000 കോടിയാണ് ചെലവഴിച്ചത്. 9,000 കോടി, വെറും 9,000. 62 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കാൻ പ്രതിവർഷം 11,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഒരു വർഷം 11,000 കോടി രൂപ. പക്ഷെ അതില് ശരാശരി കേന്ദ്ര ഗവൺമെന്റ് വീതം എന്ന് പറയുന്നത് ഈ 11,000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ വെറും 600 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ വീതം. സാർ ഇത് ഞാനത് പറയുന്നത് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ബ്രാൻഡിങ് ചെയ്യണം സർ. ബ്രാൻഡ് ഈ ലൈഫ് മിഷന്റെ വീട് കൊടുക്കുന്നത് ബ്രാൻഡ് ചെയ്യണം സർ. അവിടെ ഗ്രാമപ്രദേശത്ത് 72,000 രൂപ മാത്രം തന്ന് കേരളത്തിൽ വീട് വയ്ക്കുമ്പോൾ 4 ലക്ഷം രൂപ കൊടുത്ത് ഈ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ സംസ്ഥാന വിഹിതം 3,28,000 രൂപയാണ് എഴുതി വെക്കണം സർ. എന്താ കുഴപ്പം? എഴുതി വെക്കണം സർ. ഇത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലായാലും അത് പിന്നെ ജലജീവൻ മിഷൻ പദ്ധതിയിലായാലും ഏത് പദ്ധതിയിലായാലും കേരളത്തിന് അന്തസ്സായി എഴുതി വെക്കാൻ സർ. കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും കേരളത്തിന്റെ വിഹിതവും തമ്മിലുള്ള അന്തരം അത്ര വലുതാണ് സർ. ഇപ്പോ പഞ്ചായത്തിന് കാശ് കിട്ടുന്നത് വേറെ എവിടെന്നെങ്കിലും വേണം. സംസ്ഥാന സർക്കാർ ഇപ്പൊ 28% വർദ്ധിച്ചില്ലേ? 28% വർദ്ധിപ്പിച്ചില്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം? അത് അധികാര വികേന്ദ്രീകരണ ശാക്തീകരിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഞാനത് സമയമില്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സർ. എന്നൊരു ചോദ്യമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് സർ പൈസ കൊടുക്കുന്നത്. അതും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുക. ഇപ്പൊ 28.50% ഈ വർഷം കൊടുത്തിട്ടുള്ളത്. തനത് ഫണ്ടല്ല. തനത് ഫണ്ട് കഴിഞ്ഞ ദിവസം ഇന്ദുവിലൊരു വിശകലനം വന്നിട്ടുണ്ടായിരുന്നു. കേരളമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനം. എന്നാൽ തനത് ഫണ്ട് വളരെ കുറവാണ് കേരളത്തിൽ. അപ്പൊ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അത് തന്നെയാണ് അതാണ് പ്ലാൻ ഫണ്ട് എന്ന് കൊടുക്കുന്നതാണ് സർ. സാർ അത് കേരള കടക്കണിയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. സാർ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും താരതമ്യം ചെയ്യുമ്പോഴാണ് സർ മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കട ആഭ്യന്തര ഉത്പാദനത്തിന്റെ 57% കേരളത്തിന്റെ വെറും 37% റിസർവ് ബാങ്കിന്റെ കണക്കുണ്ട് സർ. 155.67 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിന്റെ കടമുള്ളപ്പോ 3.85 ലക്ഷം കോടി രൂപ 37% മാത്രമാണ് സംസ്ഥാനം കടമെടുത്തിരിക്കുന്നത്. മനസ്സിലാക്കണം സർ. സംസ്ഥാനം ധന ദൃഢീകരണ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ് സാർ അത്. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ സമീപനം ഇന്ന് കേരളം നേരിടുന്ന ധനഞെരുക്കത്തിന് പ്രധാന കാരണം കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പാനുമതിയിലും കുറവാണ് സർ. സാർ അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല സർ. കേന്ദ്ര ബഡ്ജറ്റ് കോർപ്പറേറ്റ് പൂജ നടത്തുമ്പോൾ സാമൂഹ്യക്ഷേമ മേഖലയിലെല്ലാം ഇടപെട്ടുകൊണ്ടുള്ള സർവ്വ സ്പർശിയായിട്ടുള്ള ബഡ്ജറ്റാണ് സർ കേരളം അവതരിപ്പിച്ചിട്ടുള്ളത്. സർ അതിൽ നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമ്മുടെ ഗ്രാമീണ മേഖല പശു വളർത്തൽ. ഗ്രാമീണ സമ്പദ്ഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സർ. സർ അത് പിന്നെ ഡയറിയുമായി ബന്ധപ്പെട്ടും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടും ആ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഫണ്ട് അനുവദിക്കണം സർ. അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കൂടുതൽ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കണം സർ. അതിൽ തൊഴിലുറപ്പ് പദ്ധതി പോലും വെട്ടിക്കുറയ്ക്കുന്ന കാലമാണിപ്പോൾ. ഇപ്പം നമ്മുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ശാക്തീകരിക്കുകയാണ് സർ. വലിയ നേട്ടമാണ് നഗരപ്രദേശങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് പോലും തൊഴിലുറപ്പിന് ആനുകൂല്യം കിട്ടുന്ന അത് കേരളത്തിൽ മാത്രമാണ് സർ. അത് കേന്ദ്ര ഗവൺമെന്റ് ആ നയം അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നയമാണ് സർ കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സർ. അതുപോലെ പട്ടയം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ പട്ടയ മിഷൻ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ഫണ്ട് അനുവദിക്കണം സർ. അത് വില്ലേജുകൾക്ക് വാഹനം വേണമെന്നുള്ളൊരു ആവശ്യമുണ്ട് സർ. വില്ലേജുകൾക്ക് വാഹനമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഈ ആവശ്യക്കാരന് വാഹനം ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സർ. അതുപോലെ കൊല്ലം മെഡിക്കൽ കോളേജ് അങ്ങയുടെ കൂടി ജില്ലയിലെ മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിന്റെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂലമായ ഒരു നിർദ്ദേശം ബഡ്ജറ്റിലുണ്ടാവണം സർ. അത് വിദേശ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന കേട്ടതൊന്ന് വിദേശ യൂണിവേഴ്സിറ്റി കേരളത്തെ അനുവദിച്ച് കിടക്കുകയാണ്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വ്യക്തതയുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മനസ്സിലാക്കണം സർ. സർ ഇവിടെ കേന്ദ്രത്തിന്റെ ഇവിടെ ഈ ചില ചോദ്യോത്തരങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് 57,400 കോടി ക്യാപ്സൂൾ എന്നൊക്കെ 2 2 മനസ്സിലാക്കേണ്ടത് സർ.
സർ 5891 കോടി രൂപ, അത് ധനകാര്യമന്ത്രിയുടെ മറുപടി പറയും, ഒരുപാട് തവണ മറുപടി പറഞ്ഞ 5891 കോടി രൂപ കേന്ദ്രത്തിന് കിട്ടാനുള്ള കുടിശ്ശികയുടെ കണക്കും മറ്റേ കേന്ദ്ര അവഗണനയുടെ കണക്കുമാണ് സർ. 57,400 രൂപ കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയുടെ ഭാഗമായി, അതായത് നമുക്ക് വായ്പാനുമതി, അത് അവഗണനയാണ് സർ. സംസ്ഥാനത്തിന് അർഹിക്കുന്ന വായ്പ എടുക്കാൻ കഴിയാത്ത അവഗണനയാണ് 19,000 കോടി രൂപ. റവന്യൂ കമ്മി ഗ്രാന്റ് 8,400 കോടി. GST നഷ്ടപരിഹാരം തുടരണമെന്ന് എല്ലാ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ് സർ. 12,000 കോടി രൂപ. നികുതി വിഹിതം 18,000 കോടി, പിന്നെ 3.98 നിന്ന് 1.9 മാറിയതിന്റെ ഭാഗമായിട്ട് വിവിധ, അത് രണ്ടാണ് സർ. അവഗണനയുടെ ഭാഗമായിട്ട് ലഭിക്കേണ്ടത് 57,400 കോടി രൂപയും കേന്ദ്രത്തിലെ പദ്ധതികളുടെ കുടിശ്ശിക 5,891 കോടിയും രണ്ടാണെന്ന് UDF മനസ്സിലാക്കണം സർ. ഇതാണ് ഞങ്ങൾ സമരത്തിലൂടെ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത്. ആ സമരത്തിനോടൊപ്പം നിൽക്കാതെ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ എത്ര തന്നെ ദുരിതം അനുഭവിച്ചാലും അതിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നിലപാടാണ് തിരുത്തേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി അനുകൂലിക്കുകയാണ് സർ.